മോതിരവളയൻ വെള്ളിക്കിണ്ണെന്ന് പറഞ്ഞ സാധനമാണ് ആ കുട്ടിയെ കടിച്ചത്. ഇപ്പൊ മരിച്ചില്ലേ? അത് പാമ്പ്, അത് രാജലവർഗത്തിലുള്ളത്. അത് പെട്ടെന്ന് മരണം സംഭവിക്കും. സമയം കഴിഞ്ഞാല് നാഡീവ്യൂഹങ്ങളെ ബാധിക്കും. സമയം കഴിഞ്ഞാല് ബാധിക്കും. 2-3 മണിക്കൂറിന് ശേഷമേ അത് ശരീരത്തെ അറിഞ്ഞില്ല, കുട്ടി അറിഞ്ഞില്ല. അതുകൊണ്ടാണ് വിഷം കടിച്ച ആര് ഉറക്കാൻ സമ്മതിക്കാത്ത ഡോക്ടർമാരായിരുന്നാലും വൈദ്യന്മാരായിരുന്നാലും നേരത്തോട് നേരം വരെ ഉറങ്ങരുതെന്ന് പറഞ്ഞ കാര്യമാണ്. വിഷചികിത്സയിൽ 120 വർഷത്തെ പാരമ്പര്യം. അനന്തപുരിയുടെ ചരിത്രത്തിൽ 5 തലമുറകളായി പാരമ്പര്യ വിഷവൈദ്യത്തിന്റെ അറിവുകൾ കൈമാറി വരുന്ന ഒരു അപൂർവ വൈദ്യശാലയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. 1905 നീലകണ്ഠൻ വിഷവൈദ്യർ ആരംഭിച്ച ഈ സ്ഥാപനം അദ്ദേഹത്തിന്റെ ശിഷ്യനായ PK നാരായണൻ പിള്ളയാണ് 1930 ശ്രീ നീലകണ്ഠ വിലാസ പാരമ്പര്യ വിഷവൈദ്യശാല എന്ന നാമകരണം ചെയ്തത്. മൂർഖൻ പാമ്പിന്റെ പുറ്റിൽ നിന്ന് എടുക്കുന്നതാണ് ഇതോ. മൂർഖൻ പാമ്പിന്റെ പുറ്റെന്ന് പറഞ്ഞാൽ സാധാരണ പുറ്റല്ല. ദർപ്പക്കാട്ടില് ദർപ്പപ്പുല്ലുണ്ടല്ലേ, ദർപ്പപ്പുല്ല് കിടക്കുന്ന സ്ഥലത്തിൽ മൂർഖൻ പാമ്പിന്റെ പുറ്റുണ്ട്. ആ പുറ്റിൽ നിന്ന് എടുക്കുന്നതാണിത്. അത്യപൂർവമായ സാധനമാണ് ഇത്. ഈശ്വരൻ ജീവൻ അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ, മനുഷ്യരീതി അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ നേരം പാലിലൊരച്ചു കൊടുത്താൽ മതി. യഥാർത്ഥത്തിൽ ഒരു പാരമ്പര്യ വിഷചികിത്സ എന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഒരു രോഗി വന്നാൽ അവന് വിഷമില്ലെങ്കിലും അവർ ചികിത്സിക്കും. കാരണം എന്നറിയാമോ? വിഷദംശനം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭയമാണ്. ഭയന്നില്ലെങ്കിൽ ആ രോഗി കുറേ സമയം നിൽക്കും. നമുക്ക് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കാൻ പറ്റും, പേടിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് വൈദ്യന്റെ അടുത്ത് ചെന്നാലും വൈദ്യ ഇന്ന കടിച്ചെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പഠിച്ച നല്ല വിഷമുള്ള പാമ്പായിരിക്കും. ഇത് നീക്കോലാചാര്യം കണ്ടാണെന്ന് പറഞ്ഞ് വൈദ്യൻ സാറായി കളയണത്. പക്ഷെ വൈദ്യനറിയാം, അവൻ അതിനുള്ള ചികിത്സയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പേടിപ്പിക്കില്ല. എലി വിഷമുണ്ട്, ഭയങ്കര വിഷമാണ് എലിക്ക് നമ്മൾ ചികിത്സിച്ചാലും ഇല്ലെങ്കിലും 16 കൊല്ലത്തിന് ശേഷമേ എലി വിഷം പുറത്തു വരും. അത് ഏതെങ്കിലും അവയവത്തിനെ ബാധിക്കും. കിഡ്നിയെ ബാധിക്കും. കിഡ്നിയൊക്കെ ഇതായി പോണത് അങ്ങനെയാണ്. ഇപ്പോഴും വിഷചികിത്സക്കുള്ള മരുന്ന് ഉണ്ടാക്കുന്നത് ഉരലിനിടിച്ച് കുഴിയമ്മിക്ക് അരച്ച് ചില അനുഷ്ഠാനങ്ങളെ മറ്റുമൊക്കെ നോക്കി ചില ദിവസങ്ങളിൽ നമ്മൾ വിനാഴികയൊക്കെ ഉണ്ട്, ആ സമയം വരെ ഇരുന്ന് അരച്ച് നമ്മൾ ആ ഒരു ഭക്തി ഈശ്വരീയ മാർഗത്തിലൂടെയാണ് നമ്മൾ വിഷചികിത്സ നടത്തുന്നത്. ഗുരുവിൽ നിന്ന് ശിഷ്യനിലേക്ക് പിന്നീട് 5 തലമുറയിലേക്കും കൈമാറി വന്ന ഈ വിദ്യ പാമ്പ് കടിക്കും മറ്റേത് വിഷബാധയ്ക്കും ഇന്ന് വിശ്വസിക്കാവുന്ന വലിയൊരു ആശ്രയമാണ്. വിഷചികിത്സയിലെ പ്രത്യേക വൈദ്യത്തിനൊപ്പം തന്നെ ആയുർവേദത്തിലും പ്രകൃതി ചികിത്സയിലും ഇവർക്ക് വലിയ പാരമ്പര്യവുമുണ്ട്. ഈ വൈദ്യശാലയിലെ ചികിത്സാ രീതികളെ കുറിച്ച് എനിക്ക് നേരിട്ട് അറിയാവുന്നതാട്ടോ. കാരണം എന്റെ അച്ഛൻ വർഷങ്ങളായി കർക്കിട ചികിത്സയ്ക്കും മറ്റുമായി ഇവിടെ എത്താറുണ്ട്. അച്ഛന്റെ കാഠിന്യമായ നടുവേനയ്ക്കും നട്ടലെ വളവിനും ഇവിടെ നിന്ന് കിട്ടിയത് വലിയൊരു ആശ്വാസമാണ്. ഇപ്പോഴത്തെ വൈദ്യർ അനിൽകുമാറും മകൻ ജ്യോതിഷ് വരെയുള്ള 5 തലമുറകൾ ഈ പാരമ്പര്യമായി കിട്ടിയ അറിവ് കാത്തു സൂക്ഷിക്കുന്നു.